കഴിഞ്ഞ 3-4 ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിനെതിരെയുള്ള അലിഗേഷൻസ് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? നമസ്കാരം, എൻ്റെ പേര് ഗോപിക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇസ് ലീഡർഷിപ്പ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഇങ്ങനൊരു വലിയ അലിഗേഷന് വിധേയമായി? എനിക്ക് മനസ്സിലായത് അറ്റ് സം പോയിൻറ്റ് ദേ ഹാവ് ഫെയിൽഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ എംപ്ലോയീസ് ആൻഡ് ഷോയിങ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദം. അതായത് ഈ സംരംഭത്തിന് നേതൃത്വം വഹിക്കേണ്ടവർ ലീഡേഴ്സ് ആകുന്നതിന് പകരം ആൻറ്റാഗണിസ്റ്റായി മാറാൻ തുടങ്ങി, അതായത് എതിരാളികളായി മാറാൻ തുടങ്ങി. എവിടെ ഞാൻ എന്ന ചിന്ത മാറ്റി നമ്മൾ എന്ന ചിന്ത കൊണ്ടുവരുന്നുവോ അവിടെ നിങ്ങളൊരു ലീഡറായി മാറിക്കഴിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ കൂടുന്ന സ്ഥലത്ത്, അത് ജോലി സ്ഥലമാകട്ടെ, പൊതു ഇടമാകട്ടെ, വീടാകട്ടെ, അഹംഭാവം ഇല്ലാതെ സ്വാർത്ഥ ചിന്തകൾക്ക് അടിമപ്പെടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായും നിങ്ങളൊരു നേതാവായി കണക്കാക്കും. ഇതിനെ ഒരു നിർവചനമാക്കി പറയാനുള്ള ആശയങ്ങളുടെ ദാരിദ്ര്യം മൂലം ഞാനിത് ഒരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആനുവൽ ഡേക്ക് പതിവ് പോലെ അമ്മയാണ് വന്നത്. ബ്രാക്കറ്റിൽ അച്ഛന് സ്കൂളിൽ വരാൻ ലേശം മടിയാണ്. സോ അമ്മയാണ് എൻ്റെ ഒരു ഓൾറൗണ്ടർ ഗാർഡിയൻ എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ക്ലോസ്. അങ്ങനെ രാവിലെ 10 മണിക്ക് പരിപാടി തുടങ്ങി. ഉച്ചയായി, ഉച്ചഭക്ഷണത്തിന് സമയമായി. ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഉച്ചഭക്ഷണം. 3 നിരകൾ, ധാരാളം കുട്ടികൾ. 2 അധ്യാപകർ വന്ന് 2 നിരയിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഒരു നിരയിൽ ആരുമില്ല ഭക്ഷണം കൊടുക്കാനായിട്ട്. കുട്ടികളെല്ലാവരും വിശന്ന് വയ്യാണ്ടായിരിക്കുന്നു. കുട്ടികൾ ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്നത് കൊണ്ടും തിക്കുതിരക്ക് കൂട്ടുന്നത് കൊണ്ടും ടീച്ചർമാർ അവരെ നല്ല രീതിയിൽ ശാസിക്കുന്നുണ്ട്. 2 അടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിൽ കിട്ടുന്നവർക്കൊക്കെ. അവരുടെ മുഖത്ത് ഗൗരവം തന്നെ. എൻ്റെ അമ്മ 3ാം നിരയിൽ പോയി ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. കുഞ്ഞുമക്കളെ, നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, സമയമുണ്ട്, നമുക്ക് ഒരുമിച്ച് ഇത് റെഡിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞതും ഞങ്ങളെല്ലാവരും ശാന്തരായി. ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന കുട്ടികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എത്ര ലളിതമായാണ് ഈ സ്ത്രീ കാര്യങ്ങൾ ഡീൽ ചെയ്തതെന്ന് നോക്കൂ. അമ്മയുടെ ഈ കഴിവ് ഞാൻ പിന്നീട് പലയിടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരെ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കാനുള്ള കഴിവ്, സന്ദർഭത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശ്രമങ്ങൾ, പരിചയപ്പെടുന്നവർ വീണ്ടും ആ വ്യക്തിയുടെ അടുത്ത് അഭിപ്രായങ്ങൾ തേടുമ്പോഴും അങ്ങനെ ധൈര്യം, വിശ്വാസം, കൃത്യനിഷ്ഠത, പെരുമാറ്റം, ഈ ക്വാളിറ്റീസ് എല്ലാം കണ്ട് എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ മുന്നിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഡർ. അമ്മ പലപ്പോഴായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ജോലി സ്വയം ചെയ്യാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല എന്ന്. നമ്മൾ ചെയ്ത ഈ ജോലി മറ്റൊരു വ്യക്തിയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ കൊണ്ടോ ചെയ്യിപ്പിച്ച് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് എന്ന്. ഒരു വീട്ടിൽ ഇനി അവർ എങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായി മാറുന്നു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിശയം എന്ന് പറയട്ടെ, ഇന്ന് എനിക്ക് രാവിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലെ ഒരു സുപ്രധാന ചോദ്യമായിരുന്നു, ഈ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ടീം ലീഡ് ആകാൻ അവസരം കിട്ടിയാൽ അതിനുവേണ്ടി എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾക്കുള്ളത് എന്ന്. അമ്മ എന്നെ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഇവിടെ ഈ സംസാരിച്ച ഭൂരിഭാഗം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അവിടെയും ഉത്തരമായി നൽകിയത്. At last, I concluded by saying that if you sow a pumpkin seed, you can't reap a cucumber. അതെ, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. I am sure she had been and she will be definitely inserting her qualities to me unknowingly. From the admin of Hrudyam Kalalayam Group, Gopika. Thank you and have a nice day.